ഈ വർഷത്തെ ഹിമാലയ യാത്ര ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സിഖ് ഗുരുദ്വാരയായ ഹേമകുണ്ട് സാഹിബിലേക്കാണ്. അതിന്റെ ഇടത്താവളമായി എത്തിച്ചേർന്നതാണ് ഇവിടെ ഗംഗാസമതലമായ ഋഷികേശ്. ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം, ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നഗരമാണ് ഋഷികേശ്. ഹിമാലയ താഴ്വരയിൽ ഗംഗാനദിയോട് ചേർന്ന് പുണ്യനഗരമായ ഹരിദ്വാറിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്തിലാണ് ഋഷികേശം സ്ഥിതി ചെയ്യുന്നത്. ബദരിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യസ്ഥലങ്ങളിലേക്കുമുള്ള തുടക്കസ്ഥാനമാണ് ഋഷികേശ്. ഹിന്ദുക്കളുടെ പുണ്യനദിയായ ഗംഗ അതിന്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും 250 കിലോമീറ്ററിലധികം ദൂരെ താഴേക്കൊഴുകി ഉത്തര സമതലത്തിൽ പ്രവേശിക്കുന്നത് ഋഷികേശിൽ വെച്ചാണ്. ഗംഗാനദി സമതലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ യാത്രികന്റെ മനസ്സ് ഹിമാലയത്തിന്റെ താഴ്വരകളിലെ ശാന്തതയിൽ ലയിച്ചു ചേരുന്നു. ലോകത്തിന്റെ യോഗ തലസ്ഥാനമെന്ന് വിളിക്കപ്പെടുന്ന ഋഷികേശ് പ്രകൃതിയുടെയും ആത്മീയതയുടെയും ഒരു ദീപസ്തംഭമായി ജ്വലിച്ചു നിൽക്കുന്നു. സ്ഫടികം പോലെ തെളിഞ്ഞ ഗംഗാനദി ഈ നഗരത്തിന്റെ ഹൃദയത്തിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുമ്പോൾ അത് പ്രകൃതിയുടെ സംഗീതമായി മാറുന്നു. ഗംഗയുടെ ഓളങ്ങളോടൊപ്പം താളം പിടിക്കുന്ന തൂക്കുപാലങ്ങൾ മുതൽ തീരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആശ്രമങ്ങളുടെ വർണ്ണങ്ങൾ വരെ ആത്മാവിനെ ഉണർത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇവിടെ യോഗയുടെയും ധ്യാനത്തിന്റെയും വഴികൾ തേടിയെത്തുന്നവർക്ക് ഗംഗ എന്നും കൂട്ടാണ്. പുരാതന കാലം മുതൽ ഋഷിമാരുടെയും സന്യാസിമാരുടെയും പാദമുദ്രകൾ പതിഞ്ഞ പുണ്യഭൂമിയാണ് ഋഷികേശ്. ഋഷി എന്ന വാക്കും കേശ എന്ന വാക്കും ചേർന്നാണ് ഈ നഗരത്തിന് പേര് ലഭിച്ചത്. പ്രബുദ്ധതയുടെയും ആത്മീയ ജ്ഞാനത്തിന്റെയും ആയിരക്കണക്കിന് കഥകൾ ഈ നഗരത്തിന് പറയാനുണ്ട്. സന്ധ്യാസമയം ആകാശം സുവർണ നിറത്തിൽ തിളങ്ങുമ്പോൾ ഋഷികേശിലെ ഘാട്ടുകൾ മറ്റൊരു ലോകത്തിലേക്ക് ഉണരുന്നു. ഗംഗാ ആരതിയുടെ ശബ്ദത്തിൽ അവിടുത്തെ മന്ത്രോച്ചാരണങ്ങൾ ഓരോ ഹൃദയത്തെയും തഴുകി കടന്നുപോകുന്നു. ജ്വാലകളുടെ നൃത്തവും ധൂമത്തിന്റെ സുഗന്ധവും ഗംഗാനദിയെ ഒരു പുണ്യക്ഷേത്രമാക്കി മാറ്റുന്നു. ആ നിമിഷം ഋഷികേശ് ഒരു ദൃശ്യവിരുന്നൊരുക്കി നമ്മെ ആത്മീയതയിലേക്ക് ക്ഷണിക്കുന്നു. प्रेम सहित गाता दास वही है सहज में, भक्त वही है सहज में, मुक्ति को पाता। ओम जय गंगे माता, जय गंगे माता, मैया जय गंगे माता। जो नर तुमको ध्याता, जो नर मैया जी को दाता, मन वांछित फल पाता। ओम जय हरि गोविंद बोलो हरि गोपाल बोलो, गोविंद बोलो हरि गोपाल बोलो, राधारमण हरि गोविंद बोलो।
ഋഷികേശിലെ തിരക്കുകളിൽ നിന്ന് 260 കിലോമീറ്റർ അകലെ റോഡ് മാർഗം നമ്മെ കാത്തിരിക്കുന്ന ഒരിടമുണ്ട്. അതൊരു യാത്ര മാത്രമല്ല, ഉയരങ്ങളിലേക്കുള്ള ഒരാത്മീയ ആരോഹണം കൂടിയാണ്. ഗോവിന്ദഘട്ട് വഴി ഹേമകുണ്ട് സാഹിബിലേക്ക് യാത്ര തിരിക്കുന്നവരുടെ ബേസ് ക്യാമ്പായ ആ പുണ്യഭൂമിയിലേക്ക് എത്തുന്നതിന് 15 കിലോമീറ്റർ മുന്നേ പ്രകൃതിയുടെ നിശബ്ദമായ പുതപ്പിനുള്ളിൽ ഒരു സ്വപ്നഭൂമി നമ്മെ മാടി വിളിക്കുന്നു. അതാണ് ജോഷിമഠ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ചമോലി ജില്ലയുടെ ഹൃദയഭാഗത്ത് 6150 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു പട്ടണം ദേവഭൂമിയിലെ അത്ഭുതങ്ങളിലേക്കുള്ള സ്വന്തം കവാടമാണ്. ഹിമാലയൻ മലനിരകൾ തോളോട് തോൾ ചേർന്ന് കഥകൾ പറയുന്ന ഈ മണ്ണിൽ നിന്നാണ് സാഹസികതയുടെ ട്രക്കിംഗ് പാതകളും പുണ്യനഗരമായ ബദരീനാഥിലേക്കുള്ള ദിവ്യമായ തീർത്ഥാടന വഴികളും ആരംഭിക്കുന്നത്. ജോഷിമഠ് എന്നത് കേവലം ഒരു താവളമല്ല, അത് ആഴമേറിയ ആത്മീയ പൈതൃകത്തിന്റെ വിളക്കുമാടമാണ്. മഞ്ഞുകാലം വരുമ്പോൾ ബദരീനാഥ ക്ഷേത്രം 6 മാസത്തേക്ക് മഞ്ഞിന്റെ പുതപ്പിനടിയിൽ വിശ്രമിക്കുമ്പോൾ അവിടുത്തെ പൂജകൾക്ക് ജീവൻ നൽകുന്ന മണ്ണാണ് ഇത്. ബദരീനാഥ ഭഗവാന്റെ ശീതകാല വസതിയായ നരസിംഹ ക്ഷേത്രം ഇവിടെയാണ് നിലകൊള്ളുന്നത്. ഈ കൊച്ചുപട്ടണം അങ്ങനെ എന്നും ജാഗരൂകമായി ഭക്തിയുടെ ചൈതന്യം കെടാതെ സൂക്ഷിക്കുന്നു. ഭാരതീയ സംസ്കാരത്തിന് ആദിശങ്കരൻ സമ്മാനിച്ച 4 ശാരദാ പീഠങ്ങളിൽ ഒന്നായ ജ്യോതിർമഠം ഇവിടെയാണ് നിലകൊള്ളുന്നത്. അറിവിന്റെ അഗ്നി ജ്വലിപ്പിച്ചു നിർത്തുന്ന ഈ മഠം അഥർവവേദവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ശങ്കരാചാര്യസ്വാമികൾ തന്റെ ശിഷ്യരിലെ തേജസ്വിയായ തോടകാചാര്യരെയാണ് ഈ മഠത്തിന്റെ അധിപനായി നിയമിച്ചത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ മഠം പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ വേദപഠനങ്ങളുടെ പ്രകാശം ചൊരിയുന്നു. അയമാത്മാ ബ്രഹ്മ എന്ന അഥർവവേദീയമായ മഹാവാക്യം ഇവിടെ അറിവിന്റെ ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചരിത്രവും വിശ്വാസവും ഹിമാലയത്തിന്റെ സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ സംഗമസ്ഥാനം ഓരോ സഞ്ചാരിയുടെയും ഹൃദയത്തിൽ ശാന്തമായൊരിടം കണ്ടെത്തും. ഇതൊരു യാത്രയല്ല, നിങ്ങളുടെ ആത്മാവിലേക്കുള്ള മടക്കയാത്രയാണ്. ഹിമവാന്റെ മനം കവരുന്ന സൗന്ദര്യത്തിന്റെ നെറുകയിൽ 1828 മീറ്റർ ഉയരത്തിൽ ശാന്തമായി തല ഉയർത്തി നിൽക്കുന്ന ദേവാലയമാണ് ഗുരുദ്വാര സാഹിബ് ശ്രീ ഗോവിന്ദഘട്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയൻ താഴ്വരയുടെ ഹൃദയഭാഗത്ത്
കുടികൊള്ളുന്ന ഈ പുണ്യസ്ഥലം കേവലമൊരു കാഴ്ച മാത്രമല്ല, ആത്മാവിനുള്ള ഒരു അമൃതമാണ്. മതപരമായ അതിരുകൾക്കപ്പുറം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരാത്മീയ സങ്കേതമാണിത്. ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കാനും ജീവിതയാത്രയുടെ ക്ഷീണമകറ്റി അനുഗ്രഹം തേടാനും ഈ പുണ്യഭൂമി ഏവരെയും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു. ഹേമകുണ്ട് സാഹിബിലേക്കുള്ള ദുർഘടമായ തീർത്ഥാടന യാത്രയ്ക്ക് മുമ്പുള്ള ഇടത്താവളം കൂടിയാണ് ഈ ഗുരുദ്വാര. ഇവിടെ എത്തുന്ന സിഖ് തീർത്ഥാടകർ വാഹനങ്ങൾ സുരക്ഷിതമായി നിർത്തി ഗുരുവിന്റെ തണലിൽ രാത്രി വിശ്രമിക്കുകയും സേവയിലൂടെ ആത്മീയ നിർവൃതി നേടുകയും ചെയ്യുന്നു. സ്ഫടിക തുല്യമായ വെളുത്ത മാർബിളും ചുവന്ന മണൽക്കല്ലുകളും ചേർന്ന് നിർമ്മിച്ച ഈ മനോഹരമായ ഘടനയ്ക്ക് ചുറ്റും പച്ചപ്പിന്റെ വനങ്ങളും മഞ്ഞുമൂടിയ പർവ്വതങ്ങളും ഒരു സംരക്ഷകരെ പോലെ നിലകൊള്ളുന്നു. ഈ കാഴ്ച തന്നെ ഒരു ധ്യാനമാണ്. നിങ്ങളുടെ മനസ്സിൽ ശാന്തതയും നിർവൃതിയും നിറക്കുന്ന ഒരനുഭവത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗുരുദ്വാര സാഹിബ് ശ്രീ ഗോവിന്ദ് ഘട്ടിനേക്കാൾ മികച്ചൊരിടം വേറെയില്ല. ഈ പുണ്യഭൂമി നിങ്ങളെ കാത്തിരിക്കുന്നു.